സ്ഥാപനം പൂട്ടിപ്പോവുകയും പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പോകുന്ന വഴി ഞങ്ങൾ ആ വ്യക്തി ഞങ്ങളെ വിളിക്കുകയും അക്കൗണ്ട് നമ്പർ അയച്ചു തരുവാൻ പറയുകയും ചെയ്തു. ഞങ്ങൾക്ക് എന്നിട്ട് അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരികയും ചെയ്തു. പിന്നെ ഞങ്ങളുടെ ഭൂമിയുടെ നഞ്ചു മാറ്റുവാൻ ഒരുപാട് പൈസ ആകുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ അത് ഒരു പൈസ പോലും ആകാതെ അമ്മ മാതാവ് ഞങ്ങൾക്ക് ആ നഞ്ച് മാറ്റിത്തന്നു. മകൻ BBA LLB പഠിച്ചിരുന്നപ്പോൾ ഒരുപാട് പിന്നെ അത് പറയുന്നതാണ് മുട്ടുവേദന. എൻ്റെ ഭർത്താവിന് ഒരുപാട് നാളായിട്ടുണ്ടായ മുട്ടുവേദന അമ്മ മാതാവ് മാറ്റിത്തരികയും ചെയ്തു. മുട്ടുവേദനയ്ക്ക് തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് മുട്ടുവേദന മാറ്റിത്തരികയും ചെയ്തു. അമ്മ മാതാവിനും യേശുവിനും 1000 നന്ദി. പിന്നെ ഞങ്ങൾ ഉടമ്പടിയിലാണ് 6 വർഷമായിട്ട് ജീവിക്കുന്നത്. എല്ലാ ദിവസവും പള്ളിയിൽ പോകുകയും ബൈബിൾ വായന, പിന്നെ ഉപവാസം എന്നിവയുണ്ട്. ആവശ്യം സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. സിൽവർ ഗ്രേയിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 6-ാം തിരുവചനം 6-ാം അധ്യായം 2-ാം തിരുവചനം പറയുന്നു, അവിടുന്ന് അരുൾ ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ദൈവം നമ്മെ രക്ഷിക്കുന്ന ദിവസങ്ങൾ വളരെ അടുത്താണ്. ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് രക്ഷ ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഉടമ്പടി ചെയ്തവരെല്ലാം തന്നെ ഈ കൃപാസന അൾത്താരയിൽ കയറി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വളരെയധികം ധൈര്യം വന്നു. പലതും ചെയ്യുവാനും പറയുവാനും അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്കുണ്ടായി എന്നാണ് എല്ലാ സാക്ഷ്യങ്ങളിലും ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലിഷയും ജോബിയും അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറയുമ്പോൾ അവർക്കുണ്ടായ വലിയ അനുഭവമാണ് അവർ പങ്കുവച്ചത്. അവർ ഒരുവിധം നല്ല സാമ്പത്തിക സ്ഥിതിയിലായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് അവർക്കൊരു സാമ്പത്തിക തകർച്ച വന്നപ്പോൾ അവരുടെ ഒരു വസ്തു വിൽക്കാനായി വളരെയധികം ബുദ്ധിമുട്ടുകയായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മ ഇടപെടുകയും അവർ ആ വിൽക്കാനുള്ള സ്ഥലത്ത് പോയി ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വളരെ വിശ്വസ്തയോടുകൂടി അവർ ചെയ്യുകയും ചെയ്തു, പ്രാർത്ഥിക്കുകയും ചെയ്തു. ജോസഫ് അച്ഛൻ പറയുന്ന പോലെ ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്നുള്ള വലിയ അവബോധത്തിൽ തന്നെയാണ് ഇവരുടെ കുടുംബം പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നത്. കാരുണ്യപ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്ത് ഈശോയെ കൊടുക്കുവാൻ അവർ വളരെ തൽപരരായി.